ഹലോ ഗൈസ്, അപ്പോൾ നമുക്കിന്നൊരു വ്ളോഗ് കാണാം. അപ്പോൾ ഞങ്ങളൊരു സ്ഥലത്തേക്ക് പോവാണ്. അപ്പോൾ സ്ഥലം എവിടെയാണെന്ന് നമുക്ക് വഴിയെ പറയാം. അപ്പോൾ ഞങ്ങൾ അങ്ങനെ ബസ്സിലാണ് പോയത്. ചൂടായ കാരണം ചേട്ടൻ വണ്ടിയിൽ വരാമെന്ന് പറഞ്ഞു. അപ്പോൾ ഞങ്ങൾ തൃപ്രയാർ അമ്പലത്തിൻ്റെ ഫ്രണ്ടിൽ ഇറങ്ങി. അപ്പോൾ ഞങ്ങൾ പിക്ക് ചെയ്യാൻ വണ്ടി വരുന്ന സമയത്ത് ഞങ്ങൾ കുറച്ച് ഷോപ്പിങ്ങിന് വേണ്ടി പോയി. ഒരു വെള്ളം കുടിക്കാൻ വേണ്ടി പോയതാണ്. ഒരു 10-200 രൂപ വരെ എൻ്റെ ചിലവാക്കിച്ചു. അപ്പോൾ ഞങ്ങൾ അവിടെ ഒരു കുളം കണ്ടപ്പോൾ ആറാട്ട് നടക്കണ കുളമെന്ന് പറഞ്ഞു. അപ്പോൾ ആ കുളം കണ്ടപ്പോൾ അവിടെ ഒരു ചേട്ടൻ വന്നിട്ട് മീൻ കാണണമെന്ന് ചോദിച്ചു പിള്ളേരുടെ അടുത്ത്. അപ്പോൾ പിന്നെ പിള്ളേരുടെ മീൻ കാണാൻ വേണ്ടിയിട്ട് ഇറങ്ങി പോവാണ്. അപ്പോൾ ചൂട് കാരണം ഒറ്റ മീനും വന്നില്ല. ആൾ കുറേ പൊരിയൊക്കെ ഇട്ട് കൊടുക്കും. അപ്പോൾ വിളിച്ച് നോക്കിയിട്ടൊന്നും ആരും വന്നില്ല. വരാറുണ്ടെന്നാണ് ആൾ പറഞ്ഞത്. അപ്പോൾ പിന്നെ പിള്ളേർക്ക് അതൊക്കെ കണ്ടപ്പോൾ ഭയങ്കര ഇഷ്ടമായി. മീനെ വെയിറ്റ് ചെയ്ത് കുറേ നേരം നിന്നു. മീനൊന്നും കാണാൻ പറ്റിയില്ല അവർക്ക്. അപ്പോൾ ആൾ പറഞ്ഞത് തേവര ആറാട്ടിന് വരുന്ന കുളമാണെന്ന് പറഞ്ഞു. അപ്പോൾ നല്ല വെയിലായ കാരണം എല്ലാതും വെയിലില്ലാത്തടത്ത് പോയി കിടക്കുക എന്നാണ് പറഞ്ഞത്. വരാറുണ്ടെന്ന് പറഞ്ഞു ആൾ. മീനെ നോക്കി നിന്ന് കാണാണ്ടായപ്പോൾ ആ ചേട്ടൻ്റെ വെള്ളമൊക്കെ അനക്കിയിട്ട് നോക്കി. എന്നിട്ട് മീനൊന്നും വന്നില്ല. ഇപ്പോൾ ചൂടായ കാരണം മീനൊക്കെ എന്തായാലും താഴെയായിരിക്കും. അപ്പം അങ്ങനെ മീനെ നോക്കി നിന്ന് കാണാണ്ടായപ്പോൾ സിദ്ധു പുറത്തിറങ്ങി വന്ന് അവന് വള വേണം മോതിരം വേണം എന്നൊക്കെ പറഞ്ഞ് നിൽക്കുകയാണ്. അപ്പോൾ ഞങ്ങൾ 2-3 കടയിൽ നോക്കിയപ്പോൾ ചെറിയ കുട്ടികളുടെ മോതിരമൊന്നും കണ്ടില്ല. അപ്പോൾ അവന് മോതിരം വേണമെന്ന് പറഞ്ഞിട്ട് ഒരു കടയിലേക്ക് ചാടി കയറേണ്ടത്. ചെറുതിനാണെങ്കിൽ പിന്നെ മോതിരത്തിൻ്റെ ഒന്നും ആവശ്യമില്ല. അവന് പല പല സാധനങ്ങൾ കണ്ടപ്പോൾ അത് വേണം ഇത് വേണം എന്നൊക്കെ പറഞ്ഞ് വാശി പിടിച്ചുകൊണ്ട് നിൽക്കുക. അപ്പോൾ ഞാൻ അതൊന്നും വാങ്ങിച്ചു കൊടുക്കാൻ നിന്നില്ല. അപ്പോൾ അവനൊരു വള കണ്ടപ്പോൾ ആ വള ഇഷ്ടമായി എന്ന് പറഞ്ഞു. അപ്പോൾ അതൊരെണ്ണം വാങ്ങിച്ചു. അപ്പോൾ ഞാൻ ഇത്തിരി ചെറിയ സൈസാണ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു അവന്. അതല്ലെങ്കിൽ അവന് ഊരിക്കളയും എപ്പോഴും. പിന്നെ അത് ഇട്ട് കൊടുക്കാനായിട്ട് ഞാൻ നടക്കേണ്ടി വരും. അപ്പോൾ അത് കാരണം ഞാൻ ചെറുത് വാങ്ങിച്ച് കൈമത്തിരി ടൈറ്റായിട്ട് കിടന്നോട്ടെ എന്ന് വിചാരിച്ചപ്പോൾ ആളുടെ കൈയൊക്കെ കൊടുത്തു നല്ല രീതിയിൽ നിൽക്കുന്നുണ്ട്. അപ്പോൾ അത് ഞാൻ വളയൊക്കെ ഇട്ട് കൊടുത്ത് ഇഷ്ടമായി എന്ന് ചോദിച്ചപ്പോൾ ഇഷ്ടമായി എന്ന് പറയണ്ട. അങ്ങനെ പിന്നെ സിദ്ധുവിന് ഒരു വള മേടിച്ച് കൊടുക്കാമെന്ന് പറഞ്ഞപ്പോൾ അവനത് ടൈറ്റ് ആയിരുന്നു. അപ്പോൾ അവനോട് അത് വേദന എന്ന് പറഞ്ഞിട്ട് പിന്നെ വേണ്ടാന്ന് പറഞ്ഞു. അപ്പോൾ നമ്മൾ എങ്ങടാ പോകണമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ സിദ്ധുവിനും കാർത്തൂനും ഒരു ഷോർട്ട് ഫിലിമിൽ വേണ്ടി അഭിനയിക്കാൻ വേണ്ടിയിട്ട് ഒരു ചാൻസ് കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവിടെ ഏകദേശം തുടങ്ങിയിട്ടുണ്ടായിരുന്നു. ഞങ്ങൾ ചെല്ലുമ്പോൾ പൂജയും കാര്യങ്ങളൊന്നും ഞങ്ങൾക്ക് കാണാൻ പറ്റിയില്ല. അപ്പോൾ നമ്മുടെ കാർത്ത് വന്ന വഴിക്ക് മോണിറ്റർ നോക്കി നിൽക്കുന്നുണ്ട്. അപ്പോൾ അതൊന്നും കണ്ടിട്ടില്ല. അങ്ങനത്തെ ഒന്നും കണ്ടു പരിചയമില്ലാത്ത കാരണം അത് നോക്കി നിൽക്കുന്നുണ്ട്. അപ്പോൾ അതേ അടുത്തത് നമ്മുടെ കാർത്തൂൻ്റെ സീനാണ്. അപ്പോൾ അവരവിടെ നിന്ന് കാര്യങ്ങളൊക്കെ അവന് പറഞ്ഞു കൊടുക്കലും ഇതൊക്കെ ചെയ്യുന്നുണ്ട്. ഞാൻ വിചാരിച്ചില്ല കേട്ടോ അവൻ ഇതുപോലെ അഭിനയം അങ്ങനെ യൂട്യൂബ് ചാനലിൽ വീഡിയോ ഇടലല്ലാണ്ട് വേറെ അഭിനയം അങ്ങനെ സ്കൂളിൽ കോമ്പറ്റീഷനിൽ പങ്കെടുക്കൽ അങ്ങനത്തെ കാര്യങ്ങളൊന്നും വലിയ കാര്യമായിട്ടില്ല. പക്ഷേ എന്തോ ഒരു ഭാഗ്യത്തിന് പറഞ്ഞതൊക്കെ ചെയ്ത ആൾ വലിയ കുഴപ്പമില്ലാത്ത രീതിയിൽ ചെയ്തു. അഭിനയിച്ച് കട്ട് പറഞ്ഞിട്ടും ആൾ ആ ഒരു വിഷമത്തിൻ്റെ സീനിൽ നിന്ന് മാറിയിട്ടില്ല. വിഷമത്തോടു കൂടി ഇരിക്കാൻ അവർ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ വിഷമത്തിൽ തന്നെയാണ് ആൾ ഇപ്പോഴും ഇരിക്കണത്. ഒരു സീൻ അവതരിപ്പിച്ച് വന്നപ്പോഴേക്കും ആൾക്ക് ഇങ്ങനെ കണ്ണടച്ചിങ്ങനെ തുറക്കുമ്പോഴേക്കും മുകളിൽ ലൈറ്റ് ഓഫ് ചെയ്യും മാമ എന്നൊക്കെ പറഞ്ഞിങ്ങനെ നിൽക്കുക. ഇതിപ്പോൾ അഭിനയിച്ച് വയ്യാണ്ടായിട്ട് കിടക്കണ കാർട്ടൂണിയാണ് ഇപ്പോൾ നിങ്ങൾ കാണുന്നത് കേട്ടോ. യേശുദാസിൻ്റെ ഒക്കെ ഡൂപ്പ് ചെയ്യണം കൊല്ലം സിറാജ് സാർ നമ്മുടെ കൂടെ ഉണ്ടായിരുന്നു. അപ്പോൾ സാറിൻ്റെ ഷൂട്ട് കഴിഞ്ഞ് സാർ പോകുന്ന സമയത്ത് കുട്ടികൾക്കൊക്കെ നല്ല ഭാവിയുണ്ട് നന്നായി ആക്ട് ചെയ്യുന്നുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ടാണ് പോയത്. പിന്നെ ക്യാമറയുടെ ഓപ്പറേഷനും കാര്യങ്ങളൊക്കെ അവൻ്റെ നിരീക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ് വലിയ കാര്യമായിട്ട്. ഇതിപ്പോൾ സെക്കൻഡ് ഡേ ഷൂട്ടാണ്. അപ്പോൾ ഞങ്ങൾ ഫസ്റ്റ് ഡേ പുറത്തുനിന്നാണ് ഫുഡൊക്കെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ സെക്കൻഡ് ഡേ ഞങ്ങൾ തന്നെ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ട് എല്ലാവരും കൂടി ഇരുന്ന് ഉണ്ടാക്കുകയാണ്. അപ്പോൾ ഷൂട്ട് കഴിഞ്ഞ് എല്ലാവരും കൂടി ഒന്ന് റെസ്റ്റ് എടുത്ത് ചർച്ച ചെയ്യുന്ന സീനുകളാണ് നമ്മൾ കാണുന്നത്. അപ്പോൾ ഒരാൾ ക്യാമറാമാൻ ക്ഷീണിച്ച് അവൻ ഉറങ്ങിയാലും ഞാൻ എൻ്റെ ക്യാമറ വിടില്ല എന്ന് പറഞ്ഞിട്ടാണ് അവൻ ഇരിക്കുന്നത്. അങ്ങനെ ഞങ്ങളിത് ഉച്ചക്കലത്തെ മീൻ കറിയുടെ കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഈ ചേച്ചിയാണ് എല്ലാത്തിനും കുക്ക് ചെയ്യാൻ നിന്നിരുന്നത്. ഞാൻ ചേച്ചീനെ ഹെൽപ്പ് ചെയ്യാൻ മാത്രമേ നിന്നിട്ടുള്ളൂ. അപ്പോൾ ഷൂട്ടിങ്ങിന് കുറച്ച് പേര് ഔട്ട്ഡോർ ഷൂട്ട് ചെയ്യാനുണ്ടായിരുന്നു. അപ്പോൾ അതിന് വേണ്ടി പോകാൻ വേണ്ടി ഫുഡൊക്കെ കഴിച്ച് അവർ ക്യാമറയും കാര്യങ്ങളൊക്കെ സെറ്റാക്കി അവർ പോകാൻ നിൽക്കുകയാണ്. അപ്പോൾ ഞങ്ങൾ കിച്ചണിൽ ഉച്ച സമയമാവാറായി. അപ്പോൾ ഞങ്ങൾ കിച്ചണിൽ ബാക്കിയുള്ള കാര്യങ്ങൾ സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുക. അപ്പോൾ ഉള്ളിയൊക്കെ കാച്ചിയിട്ടു മീൻ കറിയിൽ. ഇനിയിപ്പോൾ ബാക്കി പയറും കായും ഉപ്പേരി വെക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അതിലേക്ക് ഇടിച്ച മുളകൊക്കെ ഇട്ട് പയർ വേവിക്കാൻ വേണ്ടി വെച്ചു. അങ്ങനെ മീൻ കറി റെഡിയായി. അപ്പോൾ ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ചു. പിന്നെ വൈകിട്ട് ലൊക്കേഷൻ വരുന്നത് കണ്ടശാങ്കടവ് ഭാഗത്തൊരു പള്ളിയിലായിരുന്നു. അപ്പോൾ ഞങ്ങൾ ആ പള്ളിയിലേക്ക് വൈകുന്നേരം പോയിക്കൊണ്ടിരിക്കുക. അപ്പോൾ ഇനി കാർത്തൂൻ്റെ ഷൂട്ട് ഏകദേശം സെറ്റായിട്ടുണ്ട്. അപ്പോൾ ഇനി സിദ്ധുവിൻ്റെ ഷൂട്ടാണ്. പിന്നെ ഇനി വൈകുന്നേരം വന്നിട്ടാണ് കാർത്തൂൻ്റെ ഒരു ഷൂട്ട് ഉണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അപ്പോൾ നമ്മൾ സിദ്ധുവിൻ്റെ ഷൂട്ടിന് വേണ്ടിയിട്ട് ലൊക്കേഷനിലേക്ക് എത്തിയപ്പോൾ സിദ്ധു പറഞ്ഞതൊക്കെ കേൾക്കുന്നത് ഞാൻ തീരെ പ്രതീക്ഷിച്ചില്ല. അപ്പോൾ അവന് കരയണ ഒരു സീനായിരുന്നു. അപ്പോൾ എങ്ങനെയാണ് കരയാൻ ചോദിച്ചപ്പോൾ കരയണതാണ് ഈ കാണുന്നത്. അപ്പോൾ അവൻ വിശ്രമവേളകൾ ആനന്ദകരമാക്കാൻ വേണ്ടിയിട്ട് അവൻ്റെ കയ്യിലൊരു മാലയൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ എടുത്ത് കളിക്കലും കാര്യങ്ങളൊക്കെ ആ വഴിക്ക് നടക്കുന്നുണ്ട്. അപ്പോൾ സ്നാക്സ് മേടിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ സ്നാക്സ് ഒരു ചേട്ടനെ അവിടെ നടന്നു പോകുന്നുണ്ട്. അപ്പോൾ ആ ചേട്ടന് കൊണ്ട് കൊടുത്തപ്പോൾ ആൾക്ക് ഭയങ്കര ഇഷ്ടമായി പിള്ളേരെ. അപ്പോൾ ആൾ കഥ പറഞ്ഞു കൊടുക്കാമെന്ന് പറഞ്ഞ് കഥ പറഞ്ഞു കൊടുക്കുമ്പോൾ എന്നോട് പറഞ്ഞു വീഡിയോ എടുക്കണ്ട എന്ന് പറഞ്ഞു. അവിടെ നിന്ന് ഷൂട്ടിംഗ് ഒക്കെ കഴിഞ്ഞിട്ട് പോകുന്നപ്പോൾ കാർത്തൂന് ഷൂട്ട് ചെയ്യേണ്ടതെന്ന് പറഞ്ഞിരിക്കുകയായിരുന്നു. അവൻ ഉറക്കം വരുന്നു എന്ന് പറഞ്ഞിരിക്കുന്ന സമയത്ത് അപ്പോൾ അവർ പറഞ്ഞു ഈ ഒരു മൂഡാണ് വേണ്ടത്, ഒരു കരഞ്ഞിരിക്കുന്ന ഒരു സമയമാണ് വേണ്ടതെന്ന് പറഞ്ഞപ്പോൾ പിന്നെ അതിനെ അഭിനയിപ്പിക്കാൻ വേണ്ടിയിട്ട് ഇരുത്തി. അപ്പോൾ ആളിരുന്ന് കരയുന്ന ഒരു സീൻ തന്നെയായിരുന്നു നമുക്ക് വേണ്ടായിരുന്നു. അപ്പോൾ കരഞ്ഞിട്ട് കുറച്ച് കഴിഞ്ഞ് മിഠായിയൊക്കെ കൊടുത്തപ്പോൾ ആളൊക്കെ ഉറക്കമൊക്കെ പോയി. അപ്പോൾ ഇവിടെ നിന്ന് കരഞ്ഞ് എണീറ്റ് ഓടിപ്പോണ ഒരു സീൻ ഉണ്ടായിരുന്നു. അപ്പോൾ ആൾ അതിന് വേണ്ടിയിട്ട് ഓക്കെ എന്നൊക്കെ പറഞ്ഞിട്ട് ചാടി കയറി വന്നു. അപ്പോൾ അവിടെ നിന്ന് ഓടിപ്പോയി അവിടെ ചെന്ന് തിരിഞ്ഞിരിക്കണമായിരുന്നു. പക്ഷെ അവന് നേരം ചിരിയാ തന്നെ. അങ്ങനെ അതായത് 3ാമത്തെ ദിവസത്തെ ഷൂട്ടിംഗ് ആണ്. അപ്പോൾ ഒരു ക്യാമറാമാൻ ചേട്ടൻ്റെ വെഡിങ് ആനിവേഴ്സറി എന്ന് പറഞ്ഞു. അപ്പോൾ ഞങ്ങൾ വെഡിങ് ആനിവേഴ്സറിക്ക് കേക്കൊക്കെ മേടിച്ച് കേക്കൊക്കെ കട്ട് ചെയ്തു. പിന്നെ ലാസ്റ്റ് ലൊക്കേഷൻ ഓഹോ ബീച്ചിലായിരുന്നു. അപ്പോൾ ചേട്ടൻ പട്ടം പറപ്പിക്കുന്ന കണ്ടിട്ട് അവിടെ നിന്ന് ഓടിപ്പോയി തല്ലുണ്ടാക്കാനാണ് പോകുന്നത്. ഒരു പട്ടം വാങ്ങിച്ചുള്ളൂ എന്ന് പറഞ്ഞിട്ട് അവിടെ പിന്നെ അലമ്പാക്കി. അപ്പോൾ പിന്നെ അവിടെ ഒരു കുതിരനെ കണ്ടപ്പോൾ അതിൽ കയറണം എന്ന് പറഞ്ഞിട്ട് അതിൽ ചാടി കയറി ഇരുന്നു രണ്ടുപേരും. വലിയ ഹാപ്പിയായി. പിന്നെയും കയറണം എന്ന് പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ രണ്ടുപേർക്ക് കയറാൻ വേണ്ടി 100 രൂപയായിരുന്നു. വെറുതെ ഒന്ന് ജസ്റ്റ് ഒരു തുണ്ട് നേരം നടത്തിക്കുമ്പോൾ അവിടെ നിന്ന് ഇങ്ങോട്ട് തിരിച്ചു കൊണ്ടുവരും. പിന്നെ എനിക്ക് പട്ടം പറപ്പിക്കാൻ ഒരു പൂതി തോന്നി. ഇപ്പോൾ ഞാൻ പട്ടം പറപ്പിക്കാൻ നിൽക്കുകയാണ്. അപ്പോൾ കാർത്തി അതിൻ്റെ ഇടയിൽ തല്ലുണ്ടാക്കി പോവുകയാണ് കേട്ടോ. അവന് പട്ടം പറപ്പിക്കാൻ കൊടുക്കേണ്ട. അതാണെങ്കിൽ നല്ല കാറ്റ് കാരണം അവന് പിടിച്ചാൽ കിട്ടില്ല. അവനാണെങ്കിൽ മുഴുവൻ വള്ളി അവൻ്റെ കയ്യിൽ കൊടുക്കണം എന്ന് പറഞ്ഞിട്ട് അവൻ ഇളകി പോണ സീനുകളാണ്.
വന്നത്. പിന്നെ സിധുവിന് അവിടെ കുറച്ച് ഷൂട്ട് ഉണ്ടായിരുന്നു. അപ്പോൾ അവനതൊക്കെ കഴിഞ്ഞത് ലവൊക്കെ വരച്ച് കളിക്കുകയാണ്. അപ്പോൾ അവൻ്റെ ഷൂട്ടൊക്കെ കഴിഞ്ഞോടുകൂടി ഇത് എല്ലാവരും വെള്ളത്തിലിറങ്ങി. അപ്പോൾ അങ്ങനെ 3 ദിവസത്തെ നമ്മുടെ ഷൂട്ട് അവസാനിച്ചു. എല്ലാവരും കൂടി ഒരു ഫാമിലിയായി നിന്ന് നല്ല ക്യാമറാമാൻ ആയാലും ഡയറക്ടർ ആയാലും ആർക്കും വലിയ വെച്ചാൽ ആ ഒരു സ്ഥാനത്തിരിക്കണം അതിൻ്റെ പോസും കാര്യങ്ങളും ഒന്നും ഉണ്ടായിരുന്നില്ല. എല്ലാവരും നമ്മൾ നല്ല ഫ്രണ്ട്ലി ആയി നിന്ന് നല്ല രസമായിരുന്നു. ഒരു നല്ലൊരു ഫാമിലി പോലെയായിരുന്നു എല്ലാവരും കൂടി. അപ്പോൾ ഇനിയിപ്പോൾ ഇവിടുന്ന് എല്ലാവരും കുറച്ച് ലാസ്റ്റ് ഇനി ഒരു സീൻ എടുക്കാനുള്ളൂ. അപ്പോൾ ബാക്കിയുള്ളവരൊക്കെ ഇവിടുന്ന് പിരിയും. അപ്പോൾ നമ്മുടെ ഷൂട്ടിങ്ങിൻ്റെ വിശേഷങ്ങൾ കഴിഞ്ഞു. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമുക്ക് ഷൂട്ടിൻ്റെ ഫുൾ വീഡിയോ അപ്ലോഡ് ചെയ്യുമ്പോൾ ഞാൻ എന്തായാലും കാണിച്ചു തരാം.